ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മിക്സ്ചർ ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒരു നേർച്ച എന്നോണം എല്ലാ വീഡിയോകളിലും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ നമ്മളിങ്ങനെ നിരന്തരം പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം ചിലർക്ക് ഒരു പുച്ഛഭാവമായിരിക്കും. മറ്റു ചിലർ ചോദിച്ചതല്ലേ കൊടുത്തേക്കാം എന്ന് കരുതി ഒരു ലൈക്കൊക്കെ തരും. പക്ഷേ പലരും മനസ്സിൽ വിചാരിക്കുന്നത് നമ്മുടെ ലൈക്കും നമ്മുടെ കമൻറ്റും ഒന്നും കൊണ്ട് ഇവരാരും ഒന്നും നേടണ്ട എന്നൊക്കെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിവിടെ 3 ബൗള് കടലമാവ് എടുക്കുന്നുണ്ട്. ഈ ബൗളിലാണ് ഞാൻ എടുക്കുന്നത്. 2 ബൗൾ കടലമാവ് നമ്മളിപ്പോൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു കടലമാവ് കൂടി നമ്മൾ ഈ ഒരു ബൗളിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ബൗള് കടലമാവ് നമ്മൾ ഇതിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ കടലമാവിൽ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല മിക്സ്ചർ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ബൗളിൽ തന്നെ ഒരു ബൗള് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ അതിലോട്ട് ഒന്ന് ഇട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ ആ ഒരു മാവ് 2 മാവും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സാക്കി വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ നല്ല വില കൊടുത്ത് മിക്സ്ചർ വാങ്ങാറുണ്ടല്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഒരു മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ചുള്ള, ഞാൻ കുറച്ച് ഉപ്പേ ഇവിടെ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പൊക്കെ ഇടുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളിതാ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കായപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ചില്ലി പൗഡർ കൂടി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ എന്തൊക്കെയാണ് ചേർത്ത്, മഞ്ഞൾ ചേർത്ത് കൊടുത്തു, നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ കായപ്പൊടിയും കുറച്ച് ചില്ലി പൗഡറും നമ്മൾ ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് വെള്ളം വീത്തുന്നതിന് മുമ്പേ കൈയിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു എല്ലാ പൊടികളും എല്ലാം എല്ലായിടത്തും നന്നായിട്ട് പിടിക്കും. അപ്പം നമ്മൾ ലാസ്റ്റിൽ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആവശ്യത്തിന് മാത്രമേ മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് എരിവൊന്നും നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്തത്. ഇനി എരിവ് കുറച്ച് കൂടുതൽ മിക്സ്ചറൊക്കെ കഴിക്കുമ്പോൾ നല്ലതായിട്ട് നാക്കിന്ന് എരിവൊക്കെ ഇങ്ങനെ വലിച്ചു വിടുന്നവരുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിനാവശ്യമായിട്ട് 1 സ്പൂൺ എന്നുള്ളത് 2 സ്പൂണൊക്കെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 or 3 ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറേശ്ശെ വെള്ളമൊഴിച്ച് നല്ലതുപോലെ കുഴച്ച് എടുക്കണം. നമ്മൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആ വെള്ളം ഇത് കഴിയും, ഇനിയും കുറച്ചുകൂടി നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് ആവശ്യത്തിന് നമ്മൾ വെള്ളമെടുത്ത്, കടലമാവ് ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് വെള്ളം പിടിക്കും. അപ്പോൾ അതിന് ഒരുപാട് പക്ഷേ ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയായി പോവാനും പാടില്ല. ഒരു കറക്റ്റ് പരുവത്തിന് നമ്മൾ മാവ് കുഴച്ച് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ മിക്സ്ചർ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ അരിപ്പൊടി കൂടി ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സ്ചർ നമുക്കിവിടെ തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഒരുപാട് ലൂസായി പോകണ്ട, കട്ടി വേണം. ആ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാവ് കുഴച്ചെടുക്കുന്നതിന് ആവശ്യത്തിന് മാത്രം കുറേശ്ശെ വെള്ളം വീത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാകത്തിനുള്ള വെള്ളം തന്നെ കിട്ടും. പിന്നെ ആദ്യമേ തന്നെ നമ്മളുള്ള വെള്ളം എല്ലാം കൂടി എടുത്ത് വീത്തി
എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പാകം കിട്ടത്തില്ല. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ മാവ് നമ്മൾ ഇങ്ങനെ കുഴച്ച് എടുക്കുക. ഇപ്പം നമുക്ക് നല്ല കറക്റ്റ് പരുവത്തിനുള്ള മാവ് നമ്മളിവിടെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിടിക്കാതിരിക്കാൻ നമ്മുടെ സേവനാഴിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഇട്ടിട്ട് അത് ഒന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുക്കുക. ആവശ്യത്തിന് എണ്ണ ഒന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ. ആ എണ്ണ കുഴയ്ക്കുമ്പോൾ നല്ലതുപോലെ ആ മാവ് നല്ല സ്മൂത്തായിട്ടിരിക്കും. അപ്പോൾ ആ മാവ് ഒട്ടിപ്പിടിക്കുകയോ ആ മാവ് നല്ലതുപോലെ നമുക്ക് സേവനാഴി വെച്ചിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഇവിടെ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു പാത്രം നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു പരന്ന പാത്രമാണ്, ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണോ ഓയിൽ നമുക്ക് അവരവർ സൺഫ്ലവറോ റൈസ് ബ്രാൻഡോ നമ്മുടെ കോക്കനട്ടോ ഏതാണോ നമ്മുടെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ റൈസ് ബ്രാൻഡിൻ്റെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലോട്ട് നമ്മളിവിടെ നമ്മുടെ സേവനാഴിയിൽ ഈ ഒരു മിക്സ്ചറിൻ്റെ ആദ്യത്തെ ആ ഒരു കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരുപാടങ്ങ് മൂത്ത് പോകാതെ കരിഞ്ഞും പോകരുത്, എന്നാൽ ഇത് ക്രിസ്പി ആവാതിരിക്കുകയും ചെയ്യരുത്. ആ ഒരു പാകമാവുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ച് തന്നെ എടുക്കുക. നമുക്കിപ്പോൾ കറക്റ്റ് ആ ഒരു പാകമായിട്ടുണ്ട്. കറക്റ്റ് കണ്ടോ, ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് കോരിയെടുത്ത് ഇതേപോലെ ഓരോന്നും നമുക്ക് ഈ മാവ് കഴിയുന്നത് വരെ നമുക്ക് ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഓരോ പ്രാവശ്യവും മൂപ്പ് വരുന്നതിനനുസരിച്ച് നമ്മൾ എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കോരിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എണ്ണയ്ക്കൊക്കെ നല്ല വിലയാണല്ലേ. ഇപ്പോൾ ഓയിലൊക്കെ വില കൂടിയത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ കടയിൽ നിന്ന് മേടിക്കുമ്പം വില കൂടുതൽ കൊടുക്കുക മാത്രമല്ല, നമുക്ക് ഏത് എണ്ണയിലാണ് അവരെങ്ങനത്തെ എണ്ണയിലാണ് ഉണ്ടാക്കി തരുന്നത് എന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ കൂടുതലും ഇതുപോലുള്ള സാധനങ്ങൾ ഇഷ്ടപ്പെടുന്നത് കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഒത്തിരി ഒരു അരമണിക്കൂറത്തെ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇതേപോലെ മിക്സ്ചർ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ മിക്സ്ചറിൽ ഇടുന്നതിന് ആവശ്യമായിട്ടുള്ള ബൂന്തി തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ ഈ അതായത് ഈ പൊരി പോലെ മിക്സ്ചറിനകത്ത് കാണുമല്ലോ, അപ്പം നമ്മൾ അതിന് ബൂന്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ബൂന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ബൗൾ കടലമാവാണ് എടുത്തത്. അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയും നേരത്തെ ഇട്ടത് അതേപോലെ കായപ്പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് ചില്ലി പൗഡർ നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഒരു കറക്റ്റ് പാകത്തിന് ആയാൽ മാത്രമേ ആ ബൂന്തി തുള്ളിയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബോൾ പോലുള്ള ആ ഒരു ഷേപ്പിൽ നമുക്കിത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ഇത് ഇതിൽ ഈ ഒരു കണ്ണാപ്പയിൽ നമ്മളിങ്ങനെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു പാകത്തിന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആവശ്യത്തിന് ബൂന്തി ഇതേപോലെ വറുത്ത് കോരുന്നുണ്ട്. നമുക്ക് എത്ര ബൂന്തിയാണോ വേണ്ടത് അത്രയ്ക്ക് നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതും അധികം മൂത്ത് പോകാതെ ആ ഒരു ക്രിസ്പി പാകത്തിന് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബൂന്തി എല്ലാം റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ബൂന്തി അവസാന വട്ടത്തിലിട്ട് എത്തി. ഇനി നമ്മൾ ഇതിലോട്ട് നിലക്കടല അല്ലെങ്കിൽ നമ്മുടെ കപ്പലണ്ടിയാണ് വറുത്ത് കോരാൻ പോകുന്നത്. കപ്പലണ്ടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മളതിനെ കോരിയെടുക്കുക. അത് നല്ല കറക്റ്റ്
കറക്റ്റ് പാകം കണ്ടോ, നമ്മുടെ റെഡ് കളറായി. ഇനി കുറച്ച് പൊട്ടുകടല കൂടി നമ്മൾ അതിലോട്ടിട്ട് കോരിയിട്ടുണ്ട്. ഇനി അടുത്ത കറിവേപ്പില ആവശ്യത്തിന് പാകത്തിന് ഇഷ്ടം പോലെ വേണമെങ്കിൽ ഇടാം. എത്രത്തോളം വേണം അത്രത്തോളം. കറിവേപ്പിലയുടെയൊക്കെ ടേസ്റ്റ് നല്ലതാണ്. ഇനി നമ്മൾ കുറച്ച് വെളുത്തുള്ളി തോടോടെ വെച്ചിട്ട് തന്നെ ചതച്ചിട്ടിട്ടതാണ് കേട്ടോ. അല്ലാതെ ചതച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചാറ് മൊത്തവും പുറത്ത് പോകും. അതുകൊണ്ട് നമ്മൾ ആ ഒരു വെളുത്തുള്ളിയുടെ മീതയിലുള്ള ചെറിയ പോളയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കുറച്ച് തോല് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചതച്ചിട്ടാണ് ഇത് ശരിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അവസാനവട്ട കാഴ്ചകളിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ ഒരു മിക്സറിൻ്റെ നമ്മുടെ ആ ഒരു കൂട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മളിത് പൊടിച്ചിടാൻ പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ഞെരുപ്പാണ് കറക്റ്റ് പാകത്തിന്. അത് ഞെരിക്കാൻ വേണ്ടി എത്ര കൈകളാണെന്ന് നോക്കി. അപ്പോൾ അത് നല്ലതുപോലെ ആവശ്യത്തിന് ഒരുപാട് അങ്ങ് പൊടിയാതെ നമ്മൾ പൊടിച്ച് എടുക്കുക. അപ്പം നമ്മുടെ മിക്സ്ചർ ഇവിടെ പൊടിഞ്ഞ് എല്ലാം നമ്മൾ മിക്സ്ചറിനുള്ള ആദ്യത്തെ കൂട്ടെല്ലാം നമുക്ക് പൊരിഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പൊരിച്ചിട്ട് അതിലോട്ട് പൊടിച്ച് വയ്ക്കുകയും ചെയ്ത് ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു ബൂന്തി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തി നമ്മൾ ഇതിലോട്ടിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി കണ്ടോ, കറക്റ്റ് നമ്മുടെ ആ ഒരു ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ബാക്കിയുള്ള കൂട്ടുകൾ ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു കടലയും കപ്പലണ്ടിയും കൂടി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. കടലയും കപ്പലണ്ടിയും നമ്മൾ അതിലോട്ട് തട്ടിക്കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഇളക്കി ഇനി അതിലോട്ട് ആ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല മുരിഞ്ഞ കറിവേപ്പിലയാണ്. ഒന്ന് പിടിച്ചാൽ തന്നെ പൊരിഞ്ഞ് കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ അങ്ങ് പോകും. ആ രീതിക്കുള്ള കറിവേപ്പിലയാണ് കേട്ടോ. നമ്മുടെ വെളുത്തുള്ളിയും അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ഇതിൽ മിക്സ് ചെയ്തു. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആവശ്യത്തിന് മാത്രം ഒരല്പം ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് മുളക് പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി അതിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കുക. അപ്പം നമ്മൾ കായപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി നല്ലതുപോലെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. എല്ലാം കൂടി പാകത്തിന് വന്ന് നമ്മുടെ മിക്സ്ചർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ആകുന്നതിന് മുമ്പ് തന്നെ കോരി കഴിക്കാനുള്ള ടെൻഡൻസിയൊക്കെ കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ബേക്കറികളിലോ മറ്റ് കടകളിലോ ഒക്കെ പോയിട്ട് പഴകിയ സാധനങ്ങളൊന്നും വാങ്ങി സമയം പാഴാക്കി കളയണ്ട. വെറും അരമണിക്കൂർ മതി. ഇനി അരമണിക്കൂർ വേണ്ടാത്തവർക്ക് 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊണ്ട് ഇത് ഒരു ക്വാണ്ടിറ്റി അളവ് കൂടിയത് കൊണ്ടാണ് നമ്മളൊരു അരമണിക്കൂർ എടുത്തത്. വെറും 10 മിനിറ്റ് മതി നമുക്ക് ആവശ്യത്തിന് ഒരു നേരത്തേക്ക് നമുക്ക് ചായ കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് തയ്യാറാക്കുന്നതിന് 10 മിനിറ്റൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മിക്സ്ചർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ മിക്സ്ചർ തയ്യാറായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇതേപോലെ ഉണ്ടാക്കി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ആ ഒരു വെളുത്തുള്ളിയുടെയും കായത്തിൻ്റെയും എല്ലാം കൂടി ചേർന്ന ആ ഒരു മണമുണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ്. കറിവേപ്പിലേക്ക് നല്ല മുരിഞ്ഞ് അതിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ടേസ്റ്റ് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മിക്സ്ചർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.